good morning. How are you? Good morning. Good morning. How are you, Miss? I am fine. What about you? I am fine, thank you. Thank you. I am fine, thank you. I am fine, thank you. Good morning, Miss. How are you, Miss? I am fine, thank you. എല്ലാം ഒന്നിച്ചങ്ങ് പറഞ്ഞു തീർത്തല്ലേ? May I drink water? No. No. എനിക്കിപ്പോ Yes, you can. വെള്ളം കുടിച്ചോട്ടെ. Yes, you can. Yes, you can. Smile, please. Okay. What is special today? ഇന്ന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? Nothing. വെറുതെ ചോദിച്ചാട്ടോ. പിന്നെ നമ്മൾ റിവിഷൻ ആണല്ലേ? ഇപ്പൊ എവിടെ എത്തി? യാ രാ ല വ ശ ഷ സ. എന്നെ കാണാൻ പറ്റുന്നില്ല? ഹായ്, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ വൈകക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്നെ കാണാൻ പറ്റാ. ബാക്കി എല്ലാവർക്കും ഇങ്ങനെയാണോ? എബസിന്റേക്ക് കാണാം. വൈക എല്ലാവർക്കും കാണാലോ. കാണുന്നില്ല? അയ്യോ, എന്നെ കാണാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് ഞാനിപ്പോ കരയണോ? ഒന്നും കൂടി സൂക്ഷിച്ച് നോക്ക്. ഞാൻ ഇവിടെ ഉണ്ട്. ഒന്ന് ഫോണിൽ നിന്ന് മാറ്റി നോക്കിയേ. ആരെയും കാണുന്നില്ല. ആരെയും കാണുന്നില്ലേ? ഇപ്പം വൈകിയത് എല്ലാവർക്കും കാണാം. വൈകിയത് മാത്രമേ ഇവിടെയും കാണുന്നില്ലൂ. ഒന്ന് നിങ്ങൾ ഫോണിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നോക്ക്. കാണില്ലേ? ഓക്കെ, കേൾക്കാൻ പറ്റും. ഓ, കാണണോ? എല്ലാരും മിസ്സിനെ കാണേണ്ടി വരും അല്ലേ? ഓക്കെ, അതെ, ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ ഹോംവർക്ക് റിവിഷനില് ഭയങ്കര സൗണ്ട്, ഡിസ്റ്റർബൻസ് ആവുന്നു. അപ്പൊ എല്ലാവരും പ്രസന്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. മിസ് okay, thank you. Then take your textbook. Take your textbook. നമ്മളിപ്പോ ഹിന്ദി വർണ്ണമാലയില് വ്യഞ്ജനാക്ഷരില്
ഇപ്പം യ ര ല വ ശ ഷ സ ഹ എല്ലാവരും നന്നായിട്ട് വായിച്ചു. എല്ലാവർക്കും അക്ഷരങ്ങൾ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതക്ഷരം എടുത്തു കാണിച്ചാലും നിങ്ങൾക്ക് പറയാൻ കഴിയണം. അപ്പൊ അങ്ങനെ നന്നായിട്ട് എഴുതി പഠിക്കണം. പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതിയാൽ മാത്രമേ ആ ലെറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒന്നുകൂടെ നമുക്ക് പുറകോട്ട് പോകാം. ഹിന്ദി വർണ്ണമാലയില് സ്വർ വർണ്ണം ഏതൊക്കെയാണ്? സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ ഓക്കെ എല്ലാവരും കൂടെ പറഞ്ഞു കേട്ടു. അപ്പൊ മിസ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞതിലെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഹിന്ദി വർണ്ണമാലയിൽ സ്വരാക്ഷരം ഇതാണ്. All of you listen here. Listen. ആ ഇ ഈ ഉ ഉ ഇറ് വരെ എല്ലാവർക്കും കറക്റ്റ് ആണ്. അതിനുശേഷമാണ് പ്രശ്നം. എ ഐ എന്നല്ല പറയേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ ഒരു ലെറ്റർ ഇല്ല. എ ഐ ഓ ഔ ആ. നിങ്ങൾ എ ഐ ഓ ഔ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ ലെറ്റേഴ്സ് കാണില്ല അവിടെ. എ ഐ ഓ ഔ ആ ഇതാണ് മലയാളത്തിലെ 2 ലെറ്റർ ഇവിടെ ഇല്ല. അതാണ് സ്വർ വർണ്ണം. നെക്സ്റ്റ് വ്യഞ്ജൻ. വ്യഞ്ജൻ വർണ്ണം ഏതാണ്? ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഫ മ യ ര ല വ ശ ഷ സ ഹ. ഇതാണ് നമ്മുടെ വ്യഞ്ജനാക്ഷരം. അതില് നമ്മള് ഫസ്റ്റ് റോയിലുള്ള വ്യഞ്ജനം ഏതാണ്? ക ഖ ഗ ഘ ങ അല്ലേ? Then all of you take your textbook page number 8. Page number 8. Page number 8 and 9. Sia Fatima is first. Read. Ka. Kabutar. Ka se kabutar. Kalash. Next. Next letter is Karal. Kase katiya. Kase Gargosh. Gargosh. Okay, very good. Next, Nitasha Pranab. Page number 9. Kaka. Next letter. Gase Gamala. Gase Gaj. Gase Ganesh. Gase Gada. Gase Gargas. Gagak. Gase Kadi. അപ്പം പിക്ചർ നോക്കിട്ട് വായിക്കണം. അമ്മയുടെ മുഖത്ത് നോക്കിയ പിക്ചർ കാണില്ല. അപ്പൊ ഹൗസിന് എന്താ നമ്മൾ പറയാ ഹിന്ദിയില്? ഘർ. ഓക്കെ. നെക്സ്റ്റ് ഇവാന ബിജു. ഇവാനെ കാണുന്നില്ല, എബിനെയാ കാണുന്നത്. ഷഹൽ. വായിക്കാനായിരുന്നു. പേജ് നമ്പർ 8 ലെറ്റേഴ്സും അതിന്റെ പിക്ചർ നെയിംസും വായിക്കണം. Gase kabutar, kase kabar, kase kales. Gase garar, gase gudi, gudiya, gase gargosh. Okay, very good. Riyan. Next letter. Ganesh, Gase, first picture word. Gase, Gase,
നിങ്ങൾ പിക്ചർ നോക്കിട്ട് വായിച്ചോ? ഇനി ഗണേശിനെയാ ഫസ്റ്റ് വായിക്കുന്നത്. ഗണേശിന്റെ പിക്ചർ ആയിരിക്കണം തൊട്ട് വായിക്കേണ്ടത് കേട്ടോ. ഗമല ഗമല ഓക്കെ. പിന്നെ ഗാസ് ജഗ് ഗജ്. ഗജ് നെക്സ്റ്റ് ലെറ്റർ. ഗണേഷ് നെക്സ്റ്റ് ലെറ്റർ. ലെറ്റർ ഗാസെ പോട്ടിന് ഖട. ഗാസെ ഗഡി ഗരം ഗഡി ഗരം ഗഡി ഗഡി ഗരം ഇല്ല ഗഡി മാത്രമേ ഉള്ളൂ. ഗഡി വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ഇഷാനി. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു വർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇപ്പൊ വായിച്ചോണ്ടിരിക്കുവല്ലേ, വായിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ വായിച്ച് കഴിഞ്ഞവരെന്ത് ചെയ്യണം? ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് നൗ കാ ഖ ഗ ഘ ങ. സേ ആൻഡ് റൈറ്റ്. കുറച്ച് വിട്ട് വിട്ട് എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ താഴെ താഴെ എഴുതണം. ഒരു ഹാഫ് പേജ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു പേജ് നിങ്ങൾ എഴുതണം ഇപ്പൊ. അപ്പം ഇത് എഴുതി തീരുന്നതോടെ നിങ്ങൾക്ക് ആ ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി മറന്നു പോരുത്. ക ഖ ഗ ഘ ങ. ഫസ്റ്റ് റോയില് ഫസ്റ്റ് ലൈനില് പേരൻസിന് വേണമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഫസ്റ്റ് റോയിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം ക ഖ ഗ ഘ ങ. അപ്പൊ വായിച്ചു തീരുന്നവരെ അത് എഴുതി എഴുതി വരിക കേട്ടോ. നെക്സ്റ്റ് ഇഷാനി. का कबूतर का कमल का कलश ഖ സേ ഖരൽ. का गरल का कड़ी कड़ी गा खरगोश. മോളെ നമ്മുടെ ഹിന്ദിയില് ഇപ്പൊ ഇംഗ്ലീഷിലാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുമ്പോൾ എങ്ങനെയാണ്? എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോയ് അങ്ങനെ പറഞ്ഞ പോലെ ഹിന്ദിയിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? കാ സേ കബൂത്തർ, കാ സേ കമൽ, കാ സേ കലശ്. അല്ലാതെ കാ കബൂത്തർ, കാ കമൽ അത് വായിക്കുന്ന കേട്ടാൽ ഒരു സുഖമില്ല അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ വായിക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ ഇതൊക്കെ മാറും. പക്ഷെ ഇപ്പൊ പഠിക്കുമ്പോ നമ്മൾ ഇങ്ങനെ പഠിച്ചു പോണം. ഓക്കെ ഷാനി. വിചിത്ര. Notebook and write now. कबूतर അത് വായിച്ചു മോനെ. നെക്സ്റ്റ് പേജിൽ വായിക്കേ. പേജ് നമ്പർ 9 വായിക്കേ. പേജ് നമ്പർ 9 വായിക്കേ. कलश ഗാസെ കമൽ गाफे गमल ഗമല. गमला गाफे गज गाफे गणेश ഓക്കെ. നെക്സ്റ്റ് ലെറ്റർ गा ഖ. കാഫെ ഖട. खड़ा काफे खर काफे खड़ी ഖടി. നെക്സ്റ്റ് ലെറ്റർ ङा ങ. വെരി ഗുഡ്. Then take your notebook and write now. അൻവിത. വിതിട്ട് ഹോംവർക്ക് ചെയ്തോ കഴിഞ്ഞ ദിവസത്തെ? काफे ഓക്കെ വെരി ഗുഡ്. कासे कबूतर कासे कमल कासे कलश गासे Okay, very good. गासे घड़ियाल गासे खरगोश खरगोश. गासे गमला गासे गज गासे गणेश गासे गदा गासे गढ़ गासे गड़िया ഖടി. ഖടിയ എന്ന് പറഞ്ഞാല് വേറെ ആയിട്ടോ. ഓക്കെ വെരി ഗുഡ് അൻവിത. വിദ്യുത്തെ നോട്ട് ബുക്കിൽ നീ യാ മുതൽ ഹാ വരെ എഴുതിയോ? 2 പേജ് അത് എഴുതണം കേട്ടോ. പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കണം, അല്ലെങ്കിൽ ആ ലെറ്റേഴ്സ് ഓർമ്മ ഉണ്ടാവില്ല. ഏബൽസിൻഡോ അല്ലെ कासे कबूतर कासे कबूतर कासे कमल कासे कलश कासे കരൽ करल कासे ഖടിയ. खड़िया कासे खरगोश
വെരി ഗുഡ് വെരി ഗുഡ് ഏബൽ. ആദിശ്രീ. Gase Gamala, Gase Gage, Gase Ganesh, Gase Gada, Gase Gar, Gase Gadi. Gadi. Next. Nga. Very good. Next. Fatima Jabir. Kase Kabutar, Kase Kamal, Kase Kalesh, Kase Kharal, Kase Gidya, Kase Gulgol, Kase Ghamala, Kase Gudun, Kase Ganesh, Kase Gadha, Kase Gir, Kase Gidi. Nya. Nga. Very good. Very good, Fatima. Abdul Basit. Kabutar, നേർക്ക് ഇരുന്ന് വായിക്കണം. കാസെ Kase Kabutar, നോക്കി വായിക്കുക. കാസെ കബൂത്തർ. ഇത് നെക്സ്റ്റ്. Kase Kamal, Kase കലശ്. Kalesh, ഇത് ഗാസെ Kase ഗരൽ. Gail, നോക്കി നേർക്ക് ഇരിക്കും മോനെ. ഗാസെ Gase കേട്ടില്ല. Gadiya, ഇതോ ഗാസെ. എന്താ പറയല് റാബിറ്റിനെ? ഇപ്പൊ പറഞ്ഞ Gaish, ഗർഗോഷ്. അമ്മയുടെ മുഖത്ത് നോക്കുമ്പോ കിട്ടും അല്ലേ? റാബിറ്റിന് നോക്കുമ്പോ കിട്ടില്ല, അമ്മയുടെ മുഖത്ത് നോക്കുമ്പോ കിട്ടും. അബ്ദുൾ ബാസിത്ത് വെരി ഗുഡ്. എന്നാലും നന്നായിട്ടൊന്ന് വായിക്കണം കേട്ടോ. മുഹമ്മദ് Okay. ഷാസിർ. Okay. Gase Gamal, ഗമല. Gamala, Gase Gat, Gase Gargosh. ഖർഗോശ് ഉണ്ടോ? Ganesh, ആഹാ, ഖർഗോശിന് വേല. ഗണേശിന് വിഷമാവേ ഖർഗോശ് എന്നൊക്കെ വിളിച്ചാല്. നെക്സ്റ്റ്. Gase ഖട. Gadi, Gada, Gase Gav, Gase Gadi. വെരി ഗുഡ്. നെക്സ്റ്റ്. Nga. ഞായല്ല, ങ്ങായാണ് കേട്ടോ. മുഹമ്മദ് റഫാൻ. Kase Kabutar, Kase Kamal, Kase Kalish, Kase Karil, Kase Gedi, ഖടിയ. ഖടിയ. Garigosh, Kase Kala, Kase ഇഷാനി, ആർ യു റൈറ്റ്? Kase Ganabal. ഗണേശ്. ഗണേശ്. റഫാൻ, റീഡ് ഫാസ്റ്റ്. Gase Gada, ചായതണോ? വേണ്ട, കാക്ക ഗാക്ക ങ്ങാന്ന് മാത്രം എഴുതിയാൽ മതി. അത് താഴോട്ട് എഴുതുക, പറഞ്ഞുകൊണ്ട് എഴുതുക കേട്ടോ. ഗതി ഫുള്ള് എഴുതണം. ഇത് മാത്രമേ എഴുതാനുള്ളൂ ഇന്ന്. എന്താ അൻവിത? അൻവിത എന്താണ്?
റേഞ്ച് പ്രശ്നം. റഫാൻ വായിച്ചു കഴിഞ്ഞോ? റഫാൻ വായിക്കാൻ കുറച്ച് പ്രയാസമാണല്ലോ. അപ്പൊ നന്നായിട്ട് വായിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ വായിപ്പിക്കും കേട്ടോ. ഉമർ ജാഫർ. का से कबूतर, का से कमल, का से काजल, का എന്താ വായിച്ചത്? कलश, का से करल, का से गदिया, गा से खरगोश, गा से गमला, गा से गजी, गा से गणेश, गा से गदा, गा से गद, गा से गद, गदी, ലാസ്റ്റ് ലെറ്റർ. ഞാൻ ഉമറിനെ ഇപ്പൊ ഓർക്കുന്ന എങ്ങനെയാണെന്നറിയാം? ആ ബാക്കിലുള്ള സ്റ്റെയർ ഇല്ലേ, ഫസ്റ്റ് അവൻ UKG ഇരിക്കുമ്പോ ആ സ്റ്റെയറിന്റെ മുകളിലായിരുന്നു എപ്പോഴും. അതിലിങ്ങനെ തൂങ്ങി പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ടാവും. സ്റ്റെയറിൽ അവൻ ഇരിക്കാറില്ല, ആ സ്റ്റെയറിന്റെ മുകളിലായിരിക്കും അല്ലെ ഉമർ? ഇപ്പൊ നോക്കിയേ, നല്ല കുട്ടിയായിട്ട്. ആ എനിക്കറിയാം. എപ്പൊ നോക്കുമ്പോ ഞാൻ നോക്കുമ്പോ അവിടെ ഇങ്ങനെ എന്താണ് ഊഞ്ഞാല് പോലെ ആടി കളിക്കുന്നതാണ് സ്റ്റെയറിന്റെ മുകളില്. ഏതൻ? का से कबूतर, का से कमल, का से कलश, का से गरल, का से गडिया, का से खरगोश, गा से गमला, गा से गज, गा से गणेश, गा से गाड़ी, गा से गढ़, गा से ഖടീനെ ഇതിനെ വായിച്ച ഏതൻ? ഖടി എന്ന് പറഞ്ഞ ക്ലോക്ക് ആണ്. ഖട എന്ന് പറഞ്ഞാല് പോട്ട്, കുടം. ഏതിനെ ശ്രദ്ധിക്കണം, പിക്ചർ നോക്കിട്ട് വായിക്കണം കേട്ടോ. ഡെൽവിൻ. റിയാൻ, ആർ യു റൈറ്റ്? गा से कबूतर, गा से कमल, गा से कलश, गा से गरल, गा से गड़िया, गा से खरगोश, गा से गमला, गा से गधे, गा से गणेश, गा से गड्ढा, गा से ഖർ. गड्ढर, गा से गड्ढी, ആ വെരി ഗുഡ്. ഷഹലിന് എന്ത് പറ്റി? അവിടെ ഭയങ്കര ഗാനമേളയാണല്ലോ. ഷഹൽ. വൈക. ഡെൽവിൻ മിടുക്കനായല്ലോ ഇപ്പം. നൂഹേനെ ഞാൻ വിളിക്കുന്നില്ല ഇന്ന്, മറന്നുപോയി അവളെ. का से कबूतर, का से कमल, का से कलश, खा से खरल, खा से खड़िया, खा से खरगोश, गा से गमला, गा से गज, गा से गणेश, खा से खड़ा, खा से खर, खा से खड़ी, വെരി ഗുഡ് വൈക. വിദ്യുത്ത് എഴുതുന്നില്ലേ? ഡെൽവിൻ, നീ നല്ല മിടുക്കനായല്ലോ. നേരത്തെ ഒന്നും മറുപടി കിട്ടിയില്ല. നീ പഠിക്കുന്നുണ്ടോ ഇപ്പോ? അതെന്തു പറ്റി? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, മിടുക്കൻ. നൂഹ. का से कबूतर, का से कमल, का से कलश, खा से കരൽ. കരൽ. ആ गडिया, खरगोश, गमला, गजी, गा से गमला, गा से गजी, गा से गणेश, खा से ഖട. ഖട. ആ വെരി ഗുഡ്. കുഞ്ഞാവേ. കുഞ്ഞാവുണ്ടോ? പഠിക്കാൻ വേണ്ടി വന്നോണ്ട. ഹായ് കുഞ്ഞാവേ. കറങ്ങി തിരിച്ച് അതിലൂടെ വന്ന്. ഹായ്. മതി 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 മതി. നൂഹ. കുഞ്ഞാവ ഉണ്ടോ? ടാറ്റയൊക്കെ തന്നു. എന്താ മോളുടെ പേര് പറഞ്ഞേ? നൂഹ. നെഹറിൻ. ഗേളല്ലേ?
ആ ഗേളല്ല പെണ്ണല്ലേ. ഹായ് മോളെ. അവള് കറങ്ങി തിരിഞ്ഞ് നേരെ ചേച്ചിയുടെ അടുത്തെത്തില്ലേ. ആദിഷൊക്കെ മടുത്തിരിക്കുവാന്ന് തോന്നുന്നു. कबूतर കാസേ പറ. का से कबूतर से कमल अ से कलश का से गरल से गडिया खरगोश 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 गा से गमला आ से गज गणेश घास गा से गड्ढा हाँ गा से घर घास गा से घर खड़ी खड़ी गड्डी खड़ी. ഓക്കെ. गड्डी ലാസ്റ്റ് ലെറ്റർ ഇതെന്ന അക്ഷരം? ഇതെന്ന അക്ഷരം? गा ങ. പിന്നെയുണ്ടല്ലോ ഫാത്തിമ മെഹറിൻ എവിടെ യാത്ര ചെയ്യാൻ തോന്നല്ലോ. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു അറിയോ, എന്താ ഉണ്ടാവുന്ന അറിയോ? ആദിശ്രീ വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾക്കുള്ള റിവിഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ലെറ്റേഴ്സ് ക ഖ ഗ ഘ ങ അല്ലേ, ഈ ലെറ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. നേരെയല്ല, ഖ എടുക്കാം അല്ലെങ്കിൽ ങ എടുക്കാം ഗ എടുക്കാം. അപ്പൊ നിങ്ങളത് ഏത് ലെറ്ററാണ് നിങ്ങൾ പറയണം. അതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റർ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുക അതിന്. ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് പറയുക. മാറ്റി 4 ഊരിന്. ആദ്യം പ്ലീസ് മ്യൂട്ട്. നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ. ഊരിന്. അവള് യാത്രയിലാന്ന് തോന്നുന്നു, അവിടെ കിട്ടില്ലാന്ന് തോന്നുന്നു. അല്ലേ ഫാത്തിമ, കിട്ടുവോ? അവളെ റേഞ്ച് കുറവാട്ടോ, അത് വോയിസ് ഇട്ടാ മതി. അപ്പൊ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇന്ന് ഇതാണ്. ഇന്നത്തെ ഡേറ്റ് എഴുതുക. അവിടെ റിവിഷൻ എന്താണിന്ന്? ക ഖ ഗ ഘ ങ. ഇതാണ് നിങ്ങളുടെ റിവിഷൻ. അപ്പൊ അത് ചെയ്യുക കേട്ടോ. ദെൻ അവർ ക്ലാസ് ഈസ് ഓവർ. മുഹമ്മദ് ഷാസിൽ എന്താണ് കൈ ഉയർത്തിരിക്കുന്നത്? ചുമ്മാണോ? ഇനി ആരും ക്ലാസ്സിൽ വായിക്കാത്തില്ലല്ലോ? ഇപ്പൊ ഇഷാനിയൊക്കെ എഴുതിയത് വെരി കറക്റ്റ് ആണ്. ഇഷാനി, സിയ, ഫാത്തിമ ഒരു പേജ് ഫുള്ളായിട്ട് എഴുതുക. കണ്ട, ലൈനൊക്കെ വരച്ച് മിടുക്കിയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ആദിശ്രീ എഴുതി, വൈകി എഴുതി. അപ്പൊ ആ ലെറ്റേഴ്സിൽ ആ റോ നിങ്ങൾക്ക് പഠിച്ചില്ലേ? ഫസ്റ്റ് ക ഏതാണെന്നും, രണ്ടാമത് വരുന്ന ഖ ഏതാണെന്നും, മൂന്നാമത് വരുന്ന ഗ ഏതാണെന്നും, നാലാമത് വരുന്ന ഗ ഏതാണെന്നും പഠിച്ചു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇപ്പോ കുറെ പേര് എഴുതി കംപ്ലീറ്റ് ആയി. ഇനി അവർക്ക് ഹോംവർക്ക് ഇല്ല അല്ലേ? പിന്നെ അത് വായിച്ചു പഠിക്കുക. ലെറ്റർ ഏത് ലെറ്ററാന്ന് തിരിച്ചറിയുക. നന്നായിട്ട് പഠിച്ച് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരിക. അബ്ദുൾ ബാസിത്തെ എന്താണ് കൈ ഉയർത്തിയിരിക്കുന്നത്? വെറുതെ ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. Then see you. മിസ്സിനോട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഷാസിൽ എഴുതി കഴിഞ്ഞോ? ഇല്ല മോനെ, ലൈൻ വരക്കണം കേട്ടോ. ഓരോ ലെറ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈൻ വരച്ച് എഴുതുക. അല്ലെങ്കിൽ ലാസ്റ്റ് എഴുതുമ്പോൾ ങ്ങായൊക്കെ നെക്സ്റ്റ് പേജിലോട്ട് പോകും. Then bye bye. See you. Bye bye. See you. Study well.